സ്റ്റൈഫിന്റെ വർധന വിഷയത്തിൽ റെസിഡന്റ് ഡോക്ടർമാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതെ സർക്കാർ. ചർച്ചയില്ലെങ്കിൽ സമരമെന്ന് PG ഡോക്ടർമാരുടെ സംഘടന നിലപാടെടുക്കുന്നുണ്ട്. ഒരു ദിവസം കൂടി മാത്രം കാക്കും എന്നായിരുന്നു അന്ത്യശാസനം. പനിക്കാലത്ത് PG ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങിയാൽ സംസ്ഥാനം നേരിടുക സമാനതകളില്ലാത്ത ആരോഗ്യ പ്രതിസന്ധിയാകും. സ്റ്റൈഫന്റെ വർധനവ് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ റെസിഡന്റ് ഡോക്ടർമാർ. 17% വർധനവ് നടപ്പാക്കേണ്ടിയിരുന്നിടത്ത് 5% മാത്രമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് PG ഡോക്ടർമാർ ആരോപിക്കുന്നു. 2019 ഗവൺമെന്റ് ഓർഡർ പ്രകാരം അന്ന് 2014 ശേഷം 2019 സ്റ്റൈപ്പൻഡ് വർധന ഉണ്ടാകുന്നത്. അന്ന് ഏകദേശം ഒരു 10,000 റുപ്പീസോളം PG സ്റ്റുഡൻസിന് ശമ്പള വർധന ഉണ്ടായിട്ടുണ്ട്. ഈ 10,000 റുപ്പീസ് ശമ്പള വർധന ഉണ്ടായ സമയത്ത് അതിന്റെ കൂടെ ഒരു ക്ലോസ് എന്ന രീതിയിൽ ഗവൺമെന്റ് നമുക്ക് വാക്ക് തന്നിരുന്ന ഒരു സാധനമാണ് 4% പെർ ഇയർ സ്റ്റൈപ്പൻഡ് ഹൈക്ക് ഉണ്ടാവും എന്നുള്ളത്. ഈ 4% പെർ ഇയർ സ്റ്റൈപ്പൻഡ് ഹൈക്ക് 2020 മാത്രമാണ് നടപ്പിലായത്. 2019 കഴിഞ്ഞ് 2020 മാത്രമാണ് അത് നടപ്പിലാവുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള 4 വർഷക്കാലം ഇത് കോമ്പൗണ്ടിൽ നോക്കുമ്പോൾ ഏകദേശം 17% ശമ്പള വർധനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ 17% ശമ്പള വർധനവിന്റെ കിട്ടേണ്ട സാഹചര്യത്തിൽ ആകെ 5% മാത്രമാണ് ശമ്പള വർധന ഉണ്ടായിരിക്കുന്നത്. 2020 മുതൽ ഓരോ വർഷവും 4% വർധനവ് ഉണ്ടാകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. ഇത് പാലിക്കപ്പെട്ടില്ലെന്നും 2020 സർക്കാർ ഉത്തരവ് അട്ടിമറിച്ചതായും ആരോപണമുണ്ട്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ സമരത്തിലേക്ക് കടക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ PG ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് കാരണമായേക്കും. ജനം, തിരുവനന്തപുരം.